നമസ്കാരം. ആറാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു വില്ലെടുത്താലോ? വില്ലോ? ഏത് വില്ല്? നമുക്കറിയാവുന്ന കുറേ വില്ലുകളുണ്ട്. ഓണവില്ല്, ത്രയംബകം വില്ല്, കണ്ടീഷണൽ വിൽ, പ്രിവിലേജ്ഡ് വിൽ, ജോയിൻറ്റ് വിൽ, അങ്ങനെ കുറച്ചധികം വില്ലുകളുണ്ട്. ഇതിലേത് വില്ല ഇന്ന് എടുക്കണ്ടേ? ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ വില്ലുകളൊന്നുമല്ല, മറിച്ച് ഇംഗ്ലീഷിലെ ഭാവി കാലത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വിൽ, WILL, വിൽ. അതായത് ടെൻസുകളിൽ നമ്മൾ പഠിക്കുന്ന ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷുകാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്. തെറ്റുകൂടാതെ വാചകങ്ങൾ എങ്ങനെ പറയാമെന്ന് കൂടി നമുക്ക് പതിവ് പോലെ ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. മുന്നത്തെ ക്ലാസ്സുകളിൽ ടെൻസസിൻ്റെ വീഡിയോസ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞവർക്ക് ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും. മാത്രമല്ല, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മുന്നത്തെ ക്ലാസ്സുകളിൽ ഞാൻ പോകുന്നു, അവർ പോയി, അവർ പോകുകയാകുന്നു, പോകുകയായിരുന്നു, ഇങ്ങനെയുള്ള വാചകങ്ങൾ തെറ്റുകൂടാതെ എങ്ങനെ പറയാൻ സാധിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഭാവി കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പറയുമെന്ന് നോക്കാം. അതിൻ്റെ പ്രധാന റൂൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം സബ്ജക്റ്റ് കഴിഞ്ഞാൽ വിൽ എന്ന വേർഡ് വേണം, പ്ലസ് വിൽ കഴിഞ്ഞാൽ റൂട്ട് ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കാറുണ്ട്. ഷാലിൻ്റെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. അതിന് പകരം വിൽ ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ എന്ന ഓക്സിലറി വേർബ് വയ്ക്കാം. ഈ ഓക്സിലറി വേർബ് വെച്ചതിന് ശേഷം പറയുന്നത് റൂട്ട് ഫോം ഓഫ് ദ വേർബ് ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഇത്രയും നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ ടെൻസിൽ പറയുന്ന ഒരു വാചകം ശരിയാവണമെങ്കിൽ, അല്ലെങ്കിൽ ആ വാചകം എങ്ങനെയായിരിക്കണം നോക്കൂ. ഞാൻ പറഞ്ഞു ഭാവിയെ സൂചിപ്പിക്കുന്നതാണെന്ന്. അപ്പോൾ ഞാൻ പോകും, നിങ്ങൾ തരും, അവർ വരും, ഞങ്ങൾ എടുക്കും, അവൾ കരയും, അവൻ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള വാചകങ്ങൾ നോക്കൂ. നടക്കാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ? അപ്പോൾ വരും, പോകും, തരും, എടുക്കും, കരയും, അല്ലെങ്കിൽ ഇനി ചിരിക്കും, മറക്കും, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനെ സൂചിപ്പിക്കണോ? മലയാളത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഭാവി കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മലയാളം വാക്കുകളെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ എന്ത് ചേർക്കണം? വിൽ ചേർക്കണം. ഓക്കെ, വിൽ ചേർത്ത് പറയണം. അപ്പോൾ ഞാൻ പോകും എന്ന് നമ്മളെങ്ങനെ പറയും? റൂൾ പ്രകാരം ഐ എന്ന സബ്ജക്റ്റ് വെച്ചാൽ വിൽ ഗോ. കാരണം എന്താ? ആ സബ്ജക്റ്റ് കഴിഞ്ഞാൽ വിൽ വേണമെന്ന് പറഞ്ഞു, പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വേർബ് പോകുക എന്നുള്ള വേർബ് ഗോ. ഓക്കെ, അപ്പോൾ ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായി? ഞാൻ പോകും എന്നായി. ഓക്കെ, അപ്പം നിങ്ങൾ തരും, നിങ്ങൾ അല്ലെങ്കിൽ നീ എന്നുള്ളതിന് യു ആണ്. ഓക്കെ, പിന്നെ വിൽ ഗിവ്, കാരണം തരിക എന്നുള്ളതിൻ്റെ റൂട്ട് ഫോം ഓഫ് ദ വേർബ് തരിക എന്നുള്ളത് ഗിവ് എന്നാണ് അർത്ഥം. അപ്പോൾ യു വിൽ ഗിവ്. അവർ വരും, ദേ വിൽ കം, കാരണം വരിക എന്നുള്ളത് കം ആണ്. അപ്പോൾ വിൽ കം, വരും എന്നുള്ളതിന് വിൽ കം. വിൽ കമ്മിങ് എന്ന് പറയരുത് കേട്ടോ, ING ചേർക്കരുത് അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ വിൽ കഴിഞ്ഞാൽ വേർബിൻ്റെ റൂട്ട് ഫോം മാത്രം, മെയിൻ വേർബിൻ്റെ റൂട്ട് ഫോം മാത്രം വയ്ക്കാം. ഞങ്ങൾ എടുക്കും, വി വിൽ ടേക്ക്. അവൾ കരയും, ഷി വിൽ ക്രൈ. അവൻ കൊണ്ടുവരും, ഹി വിൽ ബ്രിങ്. അപ്പോൾ അച്ഛൻ ചോക്ലേറ്റ് കൊണ്ടുവരും എന്നത് നമ്മളെങ്ങനെ പറയും? ഫാദർ will bring
ചോക്ലേറ്റ്. ഓക്കെ. പൂച്ച ഓടും. ദ കാറ്റ് വിൽ റൺ. രാജു ചാടും. രാജു വിൽ ജംപ്. പശു പുല്ല് തിന്നും. ദ കൗ വിൽ ഈറ്റ് ഗ്രാസ്. ദിനേശൻ 3 ഗ്ലാസ് വെള്ളം കുടിക്കും. ദിനേഷ് വിൽ ഡ്രിങ്ക് 3 glasses of water. ഇത് ഞാൻ ചെയ്യും. I will do this. മീറ്റിംഗ് 10 മണിക്ക് തുടങ്ങും. The meeting will begin at 10 AM. അപ്പോൾ ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടെത്തുക. ഞാൻ എഴുതും. അവൾ ഒരു പുസ്തകം വായിക്കും. പക്ഷികൾ പറക്കും. മീര ഒരു പാട്ട് പാടും. നിഖിൽ വണ്ടി ഓടിക്കും. മറിയ നാളെ പോകും. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് മറ്റന്നാൾ തുടങ്ങും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മറ്റന്നാൾ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ നാളെ എന്ന് പറയുന്നതിന് എന്താണ് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ? നാളെ എന്ന് പറയുന്നത് ടുമോറോ. ഇന്നലെ എന്ന് പറയുന്നത് യെസ്റ്റർഡേ. ഇന്ന് ടുഡേ. അപ്പോൾ മറ്റന്നാൾ എന്ന് പറയുമ്പോഴോ ഡേ ആഫ്റ്റർ ടുമോറോ. എന്തത്? ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങളെല്ലാം കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇതിൻ്റെ അടുത്ത പാർട്ടുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.